ദോഹയിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ ഇസ്രായേൽ ഇട്ട ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം സത്യത്തിൽ അത് ഭീകരവാദികൾക്കുള്ള, ലോകമെമ്പാടുമുള്ള ഭീകരവാദത്തെ വളർത്തുന്ന ഭീകരവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ ദോഹയിൽ, ഖത്തറിലെ ദോഹയിലാണ് ഈ ഹമാസിന്റെ തലവന്മാർ മുഴുവൻ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഒളിച്ചിരിക്കുന്നത്. ഖത്തറിലെ ദോഹയിലാണ്. അപ്പോൾ അവിടെ പലപ്പോഴും ഈ ഖത്തറാണ് ഹമാസ് ഇസ്രായേൽ ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത വഹിക്കുന്നത് ഖത്തറാണ്. അപ്പോൾ അത്തരത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ ഇനി മധ്യസ്ഥത വഹിക്കില്ല. കാരണം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഖത്തർ. ഖത്തറിന് ഇനി രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖത്തർ ഇപ്പൊ പറയുന്നത്, ഞങ്ങൾ ഇനി മധ്യസ്ഥത പറയുന്നില്ല, ഞങ്ങൾക്ക് മടുത്തു. കാരണം ഈ ഹമാസിന്റെ തീവ്രവാദികളായ നേതാക്കന്മാർ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നത് കാരണം ഇപ്പൊ ഇസ്രായേൽ ഖത്തറിനെയാണ് ആക്രമിക്കുന്നത്. ഹമാസിനെ ആക്രമിക്കുന്നതിനപ്പുറം ഖത്തറിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ഞങ്ങൾ ഇനി തയ്യാറല്ല എന്നാണ് പറയുന്നത്. സുഡാപ്പികൾ അതോടെ തേഞ്ഞൊട്ടി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധം കണ്ടു കോഴിക്കോട്. അതായത് ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെതിരെ ഇങ്ങ് കേരളത്തിൽ പ്രതിഷേധം നടത്തിയാണ്. നമ്മുടെ ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ ഇന്ത്യൻ വംശജർ അവിടെ കൂട്ടക്കുരുതിക്കും പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഇരയാകുമ്പോൾ ഒരു കൊടി വിളിച്ച് ഒരു പ്രതിഷേധം മുഴക്കാത്ത ഇവരൊക്കെ ഭീകരവാദികൾക്ക് വേണ്ടി കോഴിക്കോട് നിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തെ ഈ സുഡാപ്പികൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം നടക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നവർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ജയിക്കണമെന്ന് കാണുന്നവർ കേരളത്തിലുണ്ട് എന്നാണ്. ഇന്ത്യൻ സൈന്യം തോറ്റാലും ഇന്ത്യ തോറ്റാലും പാകിസ്ഥാന്റെ കൊടി പാറിപ്പറക്കണമെന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ ഇവനൊക്കെ കേരളത്തിൽ നിന്ന് ഇവനെയൊക്കെ പച്ചക്കവളി മടൽ വെട്ടി അടിച്ചോട്ടിക്കണം എന്നാണ് നമുക്ക് തോന്നേണ്ടത്. കാരണം അത്രമാത്രം നീചന്മാരാണ്. ഇന്ത്യയിലെ ഉപ്പും ചോറ് നിന്നുകൊണ്ട് ഇന്ത്യയിലെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് തീവ്രവാദികൾക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരുത്തന്മാരെയും ഇന്ത്യക്കകത്ത് വച്ചു പൊറപ്പിക്കരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് എത്ര വലിയവനായാലും എത്ര ഉന്നതനായാലും. ഇപ്പോ ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ട്രംപ് പച്ചക്കൊടി വീശി അടിച്ചോടാ പിന്നിൽ ഞാൻ ഉണ്ട് എന്നുള്ളത്. ട്രംപിനെ നമ്മളിപ്പോ ഇന്ത്യ തീവയുടെ കാര്യത്തിലൊക്കെ കുറച്ച് എന്താ പറയുക, ട്രംപിനെതിരെ വിമർശനങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം ഇന്ത്യയിലെ ജനങ്ങളടക്കം. പക്ഷെ എങ്കിൽ പോലും ജൂതന്മാര് ഇന്ത്യയെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഇസ്രായേൽ ഇന്ത്യയോട് എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് നന്നായിട്ടറിയാം. അപ്പോ ട്രംപ് പറയുകയാണ്, കേറി അടിക്കടാ, ഞാൻ പിന്നിലുണ്ട്, ധൈര്യമായി നീയൊക്കെ കേറി അടിച്ചോ, ഇനി ഒരുത്തന്മാരെയും വെറുതെ വിടേണ്ട കാര്യമില്ല. ഇവന്മാരൊക്കെ ഇസ്രായേലിനെ തകർക്കാനും ഇസ്രായേലിനെ ഇല്ലാതാക്കാനും ഇസ്രായേലിലെ ജനങ്ങളെ തകർക്കാനുമായി നടത്തുന്ന നീക്കങ്ങളൊക്കെ താറുമാറാക്കണം. അതുകൊണ്ട് ഇനി തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കണ്ട, ഞങ്ങൾ അമേരിക്കയും അമേരിക്കൻ പട്ടാളവും അമേരിക്കൻ ഭരണകൂടവും നിങ്ങളോടൊപ്പമുണ്ട്, കേറി അടിച്ചോ എന്നാണ് പറയുന്നത്. അതായത് ഹമാസ് ആക്രമണത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഖത്തർ ഭരണകൂടം പറയുന്നത്. ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഒരു കാരണവശാലും ഖത്തർ അംഗീകരിക്കില്ല. ഇസ്രായേലിന്റെ ഭീരുത്വമാണ് ഇത് വെളിവാക്കുന്നത്. ഖത്തറിന്റെ പരമാധികാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. വീണ്ടും വിചാരമില്ലാത്ത ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ ഖത്തറിനാകില്ല എന്നാണ് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ശരിയാണ്, നിങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ ജനങ്ങൾ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ അടുക്കളയിൽ ഒരു ബോംബ് വെച്ചിട്ട് അപ്പുറത്തവന്റെ വീട്ടിൽ അത് പൊട്ടുമോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആ ബോംബ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പൊട്ടും എന്നുള്ള കാര്യം ഖത്തർ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പുറത്തവന്റെ വീട്ടിലുള്ളത് ചിലപ്പോ നനഞ്ഞ പടക്കം, ഓലപ്പടക്കം വല്ലതും ആയിരിക്കും. അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഏൽപ്പിക്കില്ല. പക്ഷെ ഖത്തറിൽ ഇരിക്കുന്ന ബോംബ് അത് ആ രാജ്യത്തെ തന്നെ തീർക്കുന്ന തരത്തിലേക്കുള്ള ബോംബാണ്. അതാണ് ഭീകരവാദികൾ. ആ ഭീകരവാദികൾക്ക് നിങ്ങൾ അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾ ഭീകരവാദം ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എടുത്താൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല എന്നതുകൂടി ഓർക്കുക. ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്താറയിലെ ഹമാസ് ആസ്ഥാനത്തിന് നേരെയുള്ള
വ്യോമാക്രമണം. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായി അറബ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തെ അതിജീവിച്ചെന്നാണ് ഹമാസ് പറയുന്നത്. ഈ ഹമാസിന്റെ ഉന്നത നേതാവ് മരിച്ചു എന്ന് അറബ് മാധ്യമങ്ങൾ പറയുന്നു. അല്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹമാസും പറയുന്നു. നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഖലീൽ അൽ ഹയ്യെ കൂടാതെ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്ത് വെസ്റ്റ് ബാങ്കിലെ നേതാവായ സഹീർ ജബാറിൻ, ഹമാസ് ഷൂര കൗൺസിൽ തലവൻ മുഹമ്മദ് ദർവിഷ്, ഹമാസിന്റെ വിദേശ രാജ്യ തലവൻ ഖാലിദ് മാർഷൽ എന്നിവർ ഉണ്ടായിരുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ സേന, അതായത് IDF പുറത്തുവിട്ട പ്രസ്താവനയിൽ ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. സാധാരണക്കാർക്ക് നാശനഷ്ടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ കൃത്യമായ വെടിക്കോപ്പുകളും രഹസ്യാന്വേഷണ വിവരങ്ങളും ഉപയോഗിച്ചതായും ഹമാസിനെതിരെ ശക്തമായ നടപടി ഇനിയും സ്വീകരിക്കുമെന്നും IDF പറയുന്നുണ്ട്. ആക്രമണം നടന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ പുതിയ കരാർ ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധികൾ ഖത്തർ ലോകം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അടുത്തിടെ ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ വിദേശത്തുള്ള ഹമാസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഈ അടി കൊടുത്തത്. അമേരിക്ക ഹമാസിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ തന്നെ അമേരിക്ക ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് അമേരിക്ക പറഞ്ഞു, കയറി മേഞ്ഞിട്ട് പറ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളത്. ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നും അവരെ ഇല്ലാതാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇസ്രായേൽ ആവർത്തിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിലൂടെ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് തടയാനാകുമെന്നും ഇസ്രായേൽ പറയുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കം പുരോഗമിക്കുകയാണ്. പലസ്തീനികൾ തെക്കൻ മേഖലയിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പ് നൽകിയതോടെ പലസ്തീനികളുടെ പലായനവും തുടരുന്നു. ഖത്തർ ദീർഘകാലമായി ഗാസ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹമാസ് നേതാക്കൾ പലപ്പോഴും ദോഹയിൽ താവളം മടിക്കാറുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഇത്തരം നേരിട്ടുള്ള ആക്രമണങ്ങൾ മേഖലയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഒക്ടോബർ 7 നടന്ന ഒരു കൂട്ടക്കൊല, ഇസ്രായേലിൽ നടന്ന ഒരു കൂട്ടക്കുരുതി, ഹമാസിന്റെ നേതൃത്വത്തിൽ ഏകദേശം 1200ഓളം പേരാണ് അന്ന് മരണപ്പെട്ടത്. അതുപോലെയാണ് ഇന്ത്യ ഈ പഹൽഗാമിലെ നമ്മുടെ 27 സഹോദരന്മാരെ മതം ചോദിച്ചു കൊന്ന ഓരോരുത്തന്മാരെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ തീർന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തേടിപ്പിടിച്ച് അവന്റെ ഒക്കെ അവസാനം കാണുന്നത് വരെ, അതിൽ ഒരുത്തൻ പോലും ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെയുള്ള ആക്രമണം. ആ ആക്രമണത്തെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം പാവപ്പെട്ട അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത 1200 എണ്ണത്തിനെയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന നിറികെട്ട ഭീകരവാദത്തെ എന്താ പറയുക വളർത്തി പൂപോലെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു നേതൃത്വം ചെയ്യുന്നത്. അപ്പൊ ഇവന്മാരൊന്നും ഒരിക്കലും നമുക്ക് എന്താ പറയുക അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോ കേരളത്തിലെ കുറെ സുഡാപ്പികൾ അല്ലെങ്കിൽ കുറെ ഊളകൾ കിടന്ന് ഹമാസിന് വേണ്ടി ഇവിടെ വാ തുറക്കുമെങ്കിലും സത്യാവസ്ഥ അറിയാവുന്ന ഒരാളും ഇവന്മാർക്ക് വേണ്ടി വാദിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറിയാവുന്ന ഒരാളും. അപ്പോ അത്തരം ഊളകളോട് നീയൊക്കെ പോടാ, ഹമാസിന്റെ കൂടെ പോയി ജീവനടാ, ഇന്ത്യയിൽ നീയൊക്കെ കിടക്കരുത്, ഇന്ത്യയിൽ കിടന്നുകൊണ്ട് ഭീകരവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന നീയൊക്കെ ഇന്ത്യ വിട്ട് പോടാ, നാണോ മാനോ ഉണ്ടെങ്കിൽ.